ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കാണ്. ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ ബോൾസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക വീടുകളിലും എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ ബോൾസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 3 അത്യാവശ്യം നല്ല സൈസുള്ള സവാള നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിക്കൊന്നും സവാള ഇരിക്കരുത് കേട്ടോ. നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് എടുക്കുക. അപ്പോഴാണ് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നല്ല ക്രിസ്പിയും മാത്രമല്ല കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നതൊക്കെ അപ്പോഴാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 അത്യാവശ്യം നല്ല സൈസുള്ള സവാളയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെയൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇതെല്ലാം തന്നെ വളരെ ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം വളരെ ഫൈനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ട് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നമുക്കൊരു 6 പച്ചമുളകൊക്കെ വരെ എടുക്കാം കേട്ടോ. കുറച്ചും കൂടെ എരിവിൽ കഴിക്കുന്നതാണ് ഇത് ടേസ്റ്റ്. പിന്നെ നമുക്ക് പച്ചമുളകിന്റെ കൂടെ വേണ്ടത് ഒരു പിടി മല്ലിയില, അതും നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കുക. പിന്നെ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിയില ഇല്ലാത്തവർ കറിവേപ്പില മാത്രം ചേർക്കുക. രണ്ടും കയ്യിലുണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ആണ്. അപ്പോൾ ഒരു പിടി കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ചെറിയ ജീരകമാണ്, അതായത് ക്യൂമിൻ സീഡ്സ് ആണ്. ഒരു 1.5 ടീസ്പൂണോളം ക്യൂമിൻ സീഡ്സ് ചേർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതിന്റെ പൗഡർ ചേർത്തിയാലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ട എന്നുള്ളവർക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഐറ്റംസുകൾ ചേർത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. സ്പൂണോ ഫോർക്കോ ഒന്നും വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഞൊരടി എടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ അത്ര പ്രഷർ കൊടുത്ത് ഞൊരടി എടുത്തിട്ട് മിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് തന്നെ കുറച്ചും കൂടെ ഒക്കെ വെള്ളം വരും. നമുക്കിതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ കിട്ടും. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് ഞൊരടിയെടുത്താൽ മാത്രമേ എത്രത്തോളം വെള്ളം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഞൊരടിയെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു 3/4 കപ്പോളം അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്തിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അത് ഞാൻ 3/4 കപ്പ് അരിപ്പൊടി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അരിപ്പൊടി സവാളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അരിപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കടലമാവ് ഒരു 1/4 കപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പം അരിപ്പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ അരിപ്പൊടി നമുക്ക് വേണമെങ്കിൽ പുട്ടിലുള്ള അരിപ്പൊടിയോ അതല്ലെങ്കിൽ നമ്മൾ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അവസാനം ചേർത്തിട്ടുള്ള 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ വളരെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഒന്നും അല്ല കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല തിക്കായിട്ട് നല്ല കട്ടിക്ക് ഇരിക്കുന്ന കൺസിസ്റ്റൻസി തന്നെയാണ്. പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ആ ഒരു പരുവത്തിന് ഇത് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നമ്മൾ എടുക്കുന്ന സവാളയുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലിന്റെ ചൂട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈ ചൂടാവാൻ പാടില്ല. കാരണം നമ്മളത് ഇടുമ്പോൾ തന്നെ ഉള്ളിയാണ്, അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ചൂട് നമ്മളിങ്ങനെ ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വെക്കണം. ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല, ഒത്തിരി അങ്ങോട്ട് കൂടി പോകാനും പാടില്ല. അപ്പൊ അതിന്റെ ഇടക്ക് വേണം ഓയിലിന്റെ ചൂട് നിൽക്കാൻ. അത് നമ്മൾ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് 2 കൈവെള്ളയിൽ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം കുറച്ച് മാറിക്കിട്ടും.
എന്നതിന് ശേഷം കയ്യിലൊരു പോർഷൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കിയിട്ട് എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഷേപ്പാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതേ കുറേശ്ശെ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലാണ് കേട്ടോ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടുക. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ പിന്നെ നമ്മൾ ഒഴിവാക്കുന്നതുകൊണ്ട് നമുക്ക് 2 or 3 ഒക്കെ ആയിട്ട് മാത്രം കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ബാച്ച് ആയിട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതേ ഒരു ഭാഗം കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നൊരു കണ്ടീഷൻ ആകുമ്പോൾ ഇത് ഓയിലിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. അതേ രീതിയിൽ നമ്മുടെ ബാക്കി എല്ലാവരും മിക്സ് കൂടെ വെച്ചിട്ട് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ ബോൾസ് തയ്യാറാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടെ എരിവൊക്കെ ഉള്ള ടൈപ്പ് ചട്നികളുണ്ട്, നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ചട്നിയാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ അതേ നമ്മൾ മുഴുവൻ മിക്സ് വെച്ചിട്ടും ഇവിടെ ഓണിയൻ ബോൾസ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ അരിപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്തവർ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.